എക്സാം ടൈമിൽ വളരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ബെഡ് നമ്മളിങ്ങനെ വിളിക്കുന്നതല്ലേ, നമുക്കിങ്ങനെ ഉറക്കം വന്ന് തുടങ്ങുന്ന സമയത്ത് ഇനി ഇരുന്ന് പഠിക്കണോ അതോ ഉറങ്ങണോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ ഉണ്ടാകും അല്ലേ. അപ്പം ഇതിൽ മെജോറിറ്റി ആൾക്കാരും മിക്കവാറും ചൂസ് ചെയ്യുന്നുണ്ടാവുക ഇന്നത്തെ ഒരു എക്സാം കൂടിയല്ലേ, ഇന്ന് കുറച്ച് നേരം ഉറക്കമൊന്നും കളഞ്ഞ് പഠിച്ചാലും ഒരു കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിലാണ് നാളത്തെ നമ്മളുടെ എക്സാം നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുക അല്ലേ. ഇങ്ങനെയല്ലേ എൻ്റെ കുട്ടികളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ മക്കളെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, സ്ലീപ്പ് ഓർ സ്റ്റഡി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ് എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ബൂസ്റ്ററാണ്. അതെന്തുകൊണ്ടാണ് മിസ് അങ്ങനെ പറയുന്നത്? മോർണിംഗ് ബൂസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെന്താ മെമ്മറി ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ, നമ്മളൊരു ഹോൾ ഡേ നമ്മൾ വർക്ക് ചെയ്യുകയാണ്, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ സമയത്താണ് നമ്മൾ ആ ഒരു ദിവസം പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഓർഗനൈസ് ചെയ്യുന്നതും റീസെറ്റ് ചെയ്യുന്നതും, നമ്മൾ പല പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നതും പ്രോസസ്സിങ് കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പം നമ്മൾ ഈ ഉറങ്ങാതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്തിനാണ് പഠിച്ചത്? നമുക്ക് അടുത്ത ദിവസം എക്സാം ഹാളിൽ ഒരു ചോദ്യം കാണുന്ന സമയത്ത് നമുക്കത് ഓർത്തെടുത്ത് എഴുതാൻ പറ്റണം. ആ ഓർത്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു മെമ്മറി എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഉറങ്ങാതിരിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എക്സാമിൻ്റെ തലേ ദിവസമല്ലേ, ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നത്. പലപ്പോഴും എനിക്കടക്കം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊന്ന് ഉറങ്ങാതിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം, നമ്മൾ ആ കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്തില്ലേ എന്ന് പറയുന്ന ഒരു സമാധാനം നമുക്കുണ്ടാവുമല്ലോ. ഒരിക്കലുമില്ല. കാരണം നമ്മൾ എത്രത്തോളം ഉറങ്ങാതിരിക്കുന്നോ അത്രത്തോളം നെക്സ്റ്റ് ഡേ നമ്മൾ എഴുന്നേൽക്കുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത് വളരെ ടയേർഡായിട്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഡേ ടൈമിൽ നമ്മൾ പറയാറുണ്ട്, ഒരു 20 മിനിറ്റ്സ് പവർ നാപ്പ് എടുക്കുന്നത് നല്ലതാണ്, നിങ്ങൾ റിഫ്രഷ്ഡ് ആവും. ആ റിഫ്രഷ്ഡ് ആവുന്ന പവർ നാപ്പ് പോലെ അല്ല നിങ്ങൾ രാത്രി സമയത്ത് ഉറങ്ങുന്ന 1-2 മണിക്കൂർ ഉറക്കം. അത് നിങ്ങളെ നെക്സ്റ്റ് ഡേ വീണ്ടും ടയേർഡ് ആക്കുകയുള്ളൂ. അതുമാത്രമല്ല, എക്സാം ഹാളിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പലരും തന്നെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഹോൾ ഡേ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചു, നെക്സ്റ്റ് ഡേ എന്താണ്, നമ്മൾ എക്സാം ഹാളിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തലകറങ്ങുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്നതുണ്ടാകും. അപ്പം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മെമ്മറി ബ്ലോക്ക് പോലെയായിട്ട് മാറും നമ്മൾ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ. സോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. എക്സാം ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 6 to 7 hours സ്ലീപ്പ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസ് ആണ്. ഒരു ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാതിരുന്ന് ഉറങ്ങുക മാത്രമാണോ ചെയ്യേണ്ടത്? അല്ല. അത് നമ്മൾ ഉറങ്ങാതിരുന്ന് പഠിക്കുകയാണോ ചെയ്യേണ്ടത്? അതുമല്ല. നമ്മൾ പഠിക്കണം, ആൻഡ് അതേസമയം നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഉറങ്ങുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സാം ടൈമിൽ പഠിക്കുകയാണെങ്കിൽ 12 o'clock വരെയുള്ള മാക്സിമം, അതായത് നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണ്, രാത്രി ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 12 മണി വരെയൊക്കെ പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറങ്ങണം. എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ ഒരു 6 മണിക്കൊക്കെ എഴുന്നേൽക്കാം. 6 മണിക്കൊക്കെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് 6 മണിക്കൊക്കെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നോട്ട്സൊക്കെ നോക്കാനും ചെയ്യാം. ഇനി നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്ക് ഉറങ്ങാം. 10 മണിക്ക് തന്നെ ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു 5 മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ, 5 മണിക്കോ 4 മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 6 മണിക്കൂർ ഉറക്കവും കിട്ടും. അപ്പം നമ്മുടെ ഈ മെമ്മറി സ്ട്രോങ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കാതെ ഇരുന്നിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ബാലൻസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാനും അതേപോലെ തന്നെ എന്താണ്, നമ്മളുടെ ആ ഒരു മെമ്മറി സ്ട്രോങ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ആർക്കായിരിക്കും? ആക്ച്വലി എന്തെങ്കിലുമൊക്കെ മുന്നേ പഠിച്ച ആൾക്കാർക്കായിരിക്കും ഇത് ആപ്ലിക്കബിൾ ആവുക. കാരണം എന്താ വെച്ചാൽ, അപ്പോൾ എക്സാം ടൈമിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്താൽ മതി, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുന്നേ ഒന്നും പഠിച്ചിട്ടില്ല, എക്സാം ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ പഠിത്തം കൊണ്ട് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് മെമ്മറി ഉണ്ടാക്കാനും പറ്റില്ല. ഓക്കെ. അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. നമുക്ക് ഉറങ്ങാതിരുന്നായിരിക്കും നമ്മൾ ആ കംപ്ലീറ്റ് സിലബസ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കും. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ? തീരെയില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എക്സാം ടൈമിൽ പഠിക്കുമ്പം അതൊരിക്കലും ഉറക്കത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പഠിക്കരുത്. അത് നിങ്ങളുടെ നെക്സ്റ്റ് ഡേയിൽ എക്സാമിനെ ബാധിക്കും, നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും, നിങ്ങളുടെ മെമ്മറീനെ ബാധിക്കും. സോ ആ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യാതിരിക്കാം. പിന്നെ ഇപ്പം ഇതുവരെ ഇങ്ങനെ പഠിച്ചില്ല, ഉഴപ്പിയിട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഉറക്കം കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം.
അതായത് ഇത് ലൈവുകളൊക്കെ കാണാം. നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിൽ തന്നെ നമ്മൾ ലൈവുകളൊക്കെ പോകുന്നുണ്ട്. ലൈവുകൾ കാണാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി ഓണം എക്സാം കഴിഞ്ഞാലുള്ള സമയത്ത് കറക്റ്റായിട്ട് പോർഷൻസ് ഒക്കെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉറക്കമൊക്കെ കളഞ്ഞ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതെൻ്റെ കുട്ടിയൊക്കെ യൂസ്ഫുൾ ആയെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.